ഇതൊരു സാങ്കല്പികമായിട്ടുള്ള ടാസ്ക്കാണ്. ഈ സംഗീത ആൻഡ് നസ്രിൻ ഈ ടീമില് സംഗീത ഒരു ഡയറക്ടറാണ്, നസ്രിൻ ഒരു നടനാണ്. ഇവരുടെ സിനിമ ആയിട്ടുള്ള നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോ വരാന്നുള്ള സിനിമയ്ക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എനിക്ക് കിട്ടാൻ അപ്പൊ ഇദ്ദേഹം സ്പീച്ച് പറയാണ്. സന്തോഷം കൊണ്ട് ഓസ്കാറിന്റെ സ്പീച്ച് മലയാളത്തിൽ പറയാണ്. അത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അടിപൊളി. കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടി നമ്മൾ ഓൾറെഡി വായിച്ചാൽ മതി. ഇവര് പറയും നിങ്ങൾക്കുള്ള ഗിഫ്റ്റും ഇവർക്കുള്ള പണിഷ്മെന്റും ഇവര് പറയും അത് നമുക്ക് വായിക്കാൻ പറയും. ആ തുടങ്ങിക്കോ നസ്രിൻ, തുടങ്ങിക്കോ. റോഷനാണ് ക്യാപ്റ്റൻ. ഡയറക്ടർ സർ അഭിനയ ജീവിതം നസ്രിനാണ് പറയുന്നത്. ഇത് വായിക്കാൻ പാടൊന്നുമില്ല മലയാളം. അല്ല അത് മനസ്സിലായി, പക്ഷെ ഇത് എഴുതി വെച്ചേക്ക് നോക്ക്. എല്ലാവർക്കും വന്ദനം. എന്റെ അഭിനയ ജീവിതത്തിലെ പറയുമ്പോ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതല്ലേ ഒരു പാരഗ്രാഫ് ഉള്ളൂ. എല്ലാവർക്കും വന്ദനം. എന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഈ മുഹൂർത്തം നീ ഇവിടെ നിൽക്കൂ ഞാനിപ്പോ വരാം എന്ന ചലച്ചിത്രത്തിന്റെ സമഗ്ര സംഭാവനകൾക്കായി ഞാൻ സമർപ്പിക്കുന്നു. മലയാളം തന്നെ പറയാം. I am very happy that I got an award for you stay. I'll come. You stay here. I'll come. This is a എന്താ പറയാ സമഗ്ര സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ വിളിച്ചു നോക്കി. സമഗ്ര സംഭാവന ചാരിറ്റി സമഗ്ര സംഭാവന എന്ന് പറയണോ? കംപ്ലീറ്റ് ചാരിറ്റി. മൈ കംപ്ലീറ്റ് ചാരിറ്റി. ഏതോ കൂടി സ്കൂളിൽ പഠിച്ച ഞാനല്ല. അടുത്ത വരി അത് മതിയില്ലേ? അവരത് നന്നായി ചെയ്തു. പക്ഷെ ആ മൂവിയുടെ ടൈറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് അടുത്തത് വളരെ വളരെ രസമുള്ള ഒരു റൗണ്ടാണ്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കുറച്ചുകൂടി എൻഗേജ് ചെയ്ത് കളിക്കാൻ ഞങ്ങൾ തന്നെ പറയണ്ടേ. പക്ഷെ ഇത് രസമുള്ള നിങ്ങൾക്ക് എന്തായാലും അതുകൊണ്ട് ഉത്തരവുണ്ടായിരുന്നു. ഇല്ല. അപ്പൊ ഈ റൗണ്ടിന്റെ പേര് ലിങ്ക് ഓഫ് ദി ലിങ്ക്. അതായത് കോമൺ എലമെന്റ് ഉള്ള രണ്ട് സിനിമകളുടെ വൺ ലൈനുകൾ ഞങ്ങൾ പറയും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരാൾ പുലിയെ പിടിക്കാൻ ഒരു നാട്ടിൽ വരുന്നു, അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാകുന്നു. രണ്ട് പടം പറയാം ഞാൻ. രണ്ട് പടം പറയും. ഇപ്പൊ അച്ഛനെ കൊന്ന പുലിയെ പിടിക്കാൻ വരുന്ന ആൾ. അപ്പൊ രണ്ട് പടങ്ങളായി. അപ്പൊ രണ്ട് വൺ ലൈനേഴ്സ് ഉണ്ടാവും, രണ്ട് പടം ഉണ്ടാവും. രണ്ട് പടത്തിന്റെ പേര് നിങ്ങൾ പറയണം. രണ്ട് പടത്തിന്റെ പേര് പറയുന്നവരായിരിക്കും. നിങ്ങൾ രണ്ട് വൺ ലൈനും മിക്സ് ചെയ്താണ് പറയുന്നത്. രണ്ട് വൺ ലൈൻ രണ്ട് സെന്റൻസ് ആയി പറയും. രണ്ട് പടങ്ങളും നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ല. അല്ലല്ല, ഒരു ലൈൻ ഒരു പടം, വേറെ ലൈൻ വേറെ പടം. ശരി, ഒന്ന് നോക്കാം. നമ്മൾ ഗെയിം ആണ് കേട്ടോ. ഒഫീഷ്യൽ ട്രയൽ ഒന്നും വേണ്ടല്ലോ. കാര്യം മനസ്സിലായില്ലേ? പെട്ടെന്ന് തീർക്കാം. പെട്ടെന്ന് തീർക്കാം. ഫസ്റ്റ് ഞാൻ പറയാം. ഞാൻ പറഞ്ഞോട്ടെ. കാമുകനെ കാണാൻ വന്ന് ലോഡ്ജിൽ ട്രാപ്പ് ആകുന്ന നായിക. ഒന്ന്. കാമുകനൊപ്പം ഒളിച്ചോടാൻ ഇറങ്ങി വീട്ടിൽ സൈക്കോക്കൊപ്പം ട്രാപ്പ് ആകുന്ന നായിക. കാമുകനെ ഹോസ്റ്റലാണ്. കാമുകനൊപ്പം ഒളിച്ചോടാൻ ഇറങ്ങി വീട്ടിൽ ഒരു പടം കൂടി ഉണ്ട്. കാമുകനൊപ്പം ഒളിച്ചോടാൻ ഇറങ്ങി വീട്ടിൽ സൈക്കോക്കൊപ്പം ട്രാപ്പ് ആവുന്നതായി. വീട്ടിലൊരു സൈക്കോ ഉണ്ട്. അത് പിന്നെ സൈക്കോ ആയി മാറുന്നല്ലേ. ഇത് ഒളിച്ചോടാൻ നിൽക്കുക. കാമുകനെ ഒളിച്ചോടാൻ നിൽക്കുക.
ഇത് ഭയങ്കര ഇത് കാമുകന്റെ ഒപ്പമല്ലേ ഇത് എനിക്ക് കാമുകന്റെ ഭയങ്കര കൂടെ ഒളിച്ചോടാൻ വിവരമുള്ള വേണ്ടി വിളിച്ചാൽ ഓർത്തിട്ടൊക്കെ കാര്യം. അത് അർജുനന്റെ അതല്ല വുൾഫല്ല പറഞ്ഞോ, ചുമ്മാ വികാരം correct ആണെങ്കിൽ. Yes. ഇതൊന്നും അതിന്റെ കഥയൊന്നുമല്ലോ എന്റെ ക്ലൈമാക്സ് പറയണേ. അല്ല കഥയല്ല അതിന്റെ ഒരു എലമെന്റ് മാത്രമേ പറയുള്ളൂ നമ്മള് ഇങ്ങനെ ആയിരുന്നില്ല റൂൾസ് ആൻഡ് റെഗുലേഷൻ. റൂൾസ് തെറ്റിക്കുന്നു. മുമ്പളങ്ങി നൈറ്റ്സിന്റെ ക്ലൈമാക്സിൽ അല്ലേ ഒരു സീൻ പറയും നിങ്ങള്. അതെ അത്രേ ഉള്ളൂ. സീനേ പറയുള്ളൂ. സീനെ പറയുള്ളൂ. ഓക്കെ ഓക്കെ അടുത്തത് പുഴയിൽ ഇറങ്ങി ലൂണാർ ചെരുപ്പ് കഴുകി വരുന്ന നായകൻ ഒമാശ പ്രതികാരം. പുഴയിൽ വാറ്റുചാരായം ഒളിപ്പിക്കുന്ന നായകൻ നരൻ. അപ്പൊ ഇത് അസാധുവായി. രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. അല്ല പക്ഷെ ഞങ്ങൾ ബെല്ലടിച്ച ആദ്യം. അതിൽ കഥയില്ല. ഇല്ല, അപ്പൊ okay. മൊത്തം ചോദ്യം കഴിഞ്ഞിട്ട് ഉത്തരം പറയാൻ പാടുള്ളൂ. അതെ അതെ, അതെ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ Okay. ചെറിയ വാശിയൊക്കെയല്ലോ. ഏതായാലും ഒരു മാർക്ക് ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ആക്സിഡന്റ് പറ്റി ഹെഡ്ലൈറ്റ് തെറിച്ചു പോകുമ്പോൾ മരിക്കുന്ന നിത്യ മേനോൻ. ബൈക്ക് ഇടിച്ച് പടത്തിന് നടുക്ക് മരിക്കുന്നത് ലാലേട്ടൻ. ഞങ്ങൾ അവരവരാ ആദ്യത്തെ ബാംഗ്ലൂർ ഡേയ്സ് സുഗമോ ദേവി. ഇവര് മൂവി തന്നെ അടിപൊളി. ഓക്കെ അടുത്തത് നമുക്കറിയായിരുന്നു. രാവിലെ അധ്യാപകനും രാത്രി ATM കവർച്ചക്കാരനുമാവുന്ന നായകൻ, രാവിലെ പോലീസും രാത്രി കള്ളനുമാവുന്ന നായകൻ. റോബിൻ ഹുഡും രാവിലെ പോലീസും രാത്രി കള്ളനും. മൂവി അഡിക്ഷൻ ആ കാലത്ത് കുറച്ച് കുറവായിരുന്നു. മാർക്ക് ഇവിടെ തരണേ. രാവിലെ പോലീസും രാത്രി കള്ളനുമാകുന്ന നായകൻ. രാവിലെ കൂമൻ. രാവിലെ പോലീസും രാത്രി കള്ളൻ. Yes. റോബിൻ ഹുഡും കൂമൻ. Right. Yes, yes. Nice, nice. ആദ്യം അടിക്കാം എന്നിട്ട് ചർച്ച ഇത് എന്തായാലും പറയും. Okay. എനിക്ക് തോന്നുന്നു ഇതെന്തായാലും പറയും. Okay. ഇതെന്തായാലും പറയും. ആ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ കഴിവ് തെളിയിച്ച ബോംബെ ഡോൺ, ദംഷറാട്സിൽ കഴിവ് തെളിയിച്ച ബാംഗ്ലൂർ ഡോൺ. ആവേശം 6 നമ്പർ. അതൊരു ആവേശത്തിന് അത് ഞങ്ങൾ പറ. ജയിച്ചു. ആവേശം 6 നമ്പർ. ആ ഞങ്ങൾ ചർച്ചയും ചെയ്യുന്നില്ല. അറിയാവുന്നത് അപ്പൊ തന്നെ പറയാമോ? ഓക്കെ, അടുത്തത് ഇതിന്റെ ഈ റൗണ്ടിന്റെ അവസാനത്തെ ചോദ്യം കുറച്ച് ടഫാ. സിനിമയിൽ ഡാൻസ് നമ്പർ ഉള്ള കൊടൂര വില്ലന്മാരെ തീർക്കാൻ അന്ധനായി അഭിനയിക്കുന്ന ഡാൻസ് മാസ്റ്റർ. മലയാളം അല്ലേ? മലയാളം only ഫേമസ് ആയ പടം. വില്ലന്മാരെ തീർക്കുക. കൊടൂര വില്ലന്മാരെ തീർക്കാൻ അന്ധനായി അഭിനയിക്കുന്ന നായകൻ. പറഞ്ഞു 2 പടം പറയാം. ചെസ്. ചെസ് മറ്റേ പടം ഞങ്ങൾ പറ. പറഞ്ഞ് ആദ്യം ബെല്ലടിച്ചു. ഞാൻ കേട്ടില്ല കേട്ടോ. ഇല്ല പുള്ളി കേട്ടില്ല. ദിലീപ് ഡാൻസ് മാസ്റ്റർ അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതില് ഡാൻസ്. ദിലീപ് ഡാൻസ് മാസ്റ്റർ ആണ്. അമ്മയല്ലേ ഡാൻസ് മാസ്റ്റർ? അല്ല ദിലീപ് ഡാൻസ് മാസ്റ്റർ. ദിലീപ് ഡാൻസ് കൊറിയോഗ്രഫി ചെയ്യുന്നുണ്ടല്ലോ ഭാവനേനെ. കറക്റ്റാ. അല്ല ആദ്യത്തെ മറ്റേത് മറ്റേ പടം മറ്റെന്തായിരുന്നു? മറ്റേ പടം സിനിമയിൽ ഡാൻസ് നമ്പർ ഉള്ള കൊടൂര വില്ലൻ. സിനിമയിൽ ഡാൻസ് കൊടൂര അത് ഭയങ്കര യൂണീക്കാ. ഒറ്റപ്പെടെയുള്ള ഒറ്റ പടേ ഉള്ളൂ അങ്ങനെ. ഒറ്റ നമ്മുടെ അറിവിലൊക്കെ ഒറ്റ പടമാണ്. ഞാൻ ക്ലൂ ആണോ? സൈലൻസ്. മറ്റേ സുരേഷ് ഏട്ടൻ ലാപ്ടോപ്പ് എടുത്ത് അയ്യോ സത്യമേവ ജയതേ. ഇപ്പൊ കിട്ടിയില്ലേ ലിങ്ക്? ഞങ്ങള് പിന്നറായിരിക്കുന്നത്